Hi dears, welcome to my channel. ഫ്രഞ്ച് സെനഗലീസ് റൈറ്റർ ആയ ഫാറ്റോ ഡിയോമിന്റെ പ്രിഫറൻസ് നാഷണൽ എന്ന സ്റ്റോറിയാണ് നമുക്ക് ഇന്ന് സമ്മറി പഠിക്കാനായിട്ടുള്ളത്. ഫ്രാൻസിൽ താമസിക്കുന്ന ഒരു ആഫ്രിക്കൻ സ്ത്രീ പറയുന്ന ഒരു കഥയായിട്ടാണ് ഈ ഭാഗം കൊടുത്തിട്ടുള്ളത്. ഫ്രഞ്ച് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നേടിയിട്ടും ഒരു ഫ്രഞ്ച് മാനിനെ വിവാഹം കഴിച്ചിട്ടും ഒരു ജോലി കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അവർ നേരിടുന്ന വർണ്ണവിവേചനവും വംശീയ അധിക്ഷേപവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നല്ല എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ പോലും അവരെ എല്ലാവരും അവരുടെ ശരീരത്തിന്റെ നിറം വെച്ചിട്ടാണ് അളക്കുന്നത്. ചാപ്റ്ററിന്റെ തീം എന്ന് പറയുന്നത് റേസിസം ആൻഡ് ഡിസ്ക്രിമിനേഷൻ, ഐറണി ആൻഡ് ഹിപ്പോക്രസി, സോഷ്യൽ ഇൻഇക്വാളിറ്റി, ഡിഗ്നിറ്റി ആൻഡ് സെൽഫ് റെസ്പെക്ട്, കൊളോണിയൽ ഇൻജസ്റ്റിസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിന്റെ തീമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രിഫറൻസ് നാഷണൽ തുടങ്ങുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. മിസ്റ്റർ ബോർഡേഴ്സ് വളരെ രഹസ്യമായി ഫ്രഞ്ച് നിയമം മാറ്റി. മിസ്റ്റർ ബോർഡേഴ്സ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ അല്ല, ഒരു വ്യക്തിയല്ല, പകരം അവിടുത്തെ ഫ്രഞ്ച് ഗവൺമെന്റിനെയും അതില് സിസ്റ്റത്തെയും അതിന് അധികാരമുള്ള ഗവൺമെന്റ് ഒഫീഷ്യൽസിനെയുമാണ് അവിടെ മിസ്റ്റർ ബോർഡേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ മാറ്റിയ നിയമപ്രകാരം ഒരു ഫ്രഞ്ച് സിറ്റിസൺ, ഒരു ഫ്രഞ്ച് പൗരൻ ഒരാളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ, ഒരു ഫോറിൻ സ്പൗസ്, വിദേശീയരായ വനിതയോ അല്ലെങ്കിൽ ഒരു പുരുഷനെയോ വിവാഹം കഴിക്കുകയാണെങ്കിൽ മിനിമം 2 വർഷത്തോളം വെയിറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് അതിന്റെ ബെനഫിറ്റ്സ് കിട്ടുകയുള്ളൂ. അപ്പൊ ഈ ഡിലേ, ഈ കാലതാമസം എന്ന് പറയുന്നത് മനഃപൂർവ്വമാണ്, ഇന്റൻഷണൽ ആണ്. ഈ കാത്തിരിക്കുന്ന സമയത്തുള്ള സ്ട്രെസ്സും അതിന്റെ പ്രഷറും, ആ സമ്മർദ്ദവും അതിന്റെ പ്രഷറും ഒക്കെ മൂലം അവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാൻ തന്നെ അത് കാരണമാകും. ഇങ്ങനെ ബന്ധം തകരുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് ഒരു ഫോറിൻ വൈഫിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഫോറിൻ വൈഫ്, വിദേശ വനിതയായിട്ടുള്ള ആ ഭാര്യയ്ക്ക് അവർക്ക് അനുഭവിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ലീഗൽ ആൻഡ് സോഷ്യൽ പ്രൊട്ടക്ഷൻസും നഷ്ടപ്പെടും. സാമൂഹികമായ സംരക്ഷണവും നിയമപരമായ സംരക്ഷണവും എല്ലാം അവർക്ക് നഷ്ടപ്പെടും. അവരൊരു എക്സ് വൈഫ് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് മാറും. അപ്പൊ ഇതിലൂടെ അവർക്ക് സ്വന്തമായിട്ട് സത്യസന്ധമായിട്ട് ഒരു ജോലി ചെയ്ത് സ്വന്തമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് ജീവിക്കാൻ പോലും അവിടെ പിന്നീട് കഴിയില്ല. അടുത്ത പാരഗ്രാഫിൽ ഇതിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അവർ പറയുന്നത്. അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനീതിയെയും അവരുടെ ഏകപക്ഷീയതയുമാണ് അവർ വരച്ചു കാണിക്കുന്നത്. ഇൻജസ്റ്റിസ് ആൻഡ് ആർബിട്രറിനെസ് ഓഫ് ബ്യൂറോക്രസി. അതെങ്ങനെയാണെന്നാണ് അവർ പറയുന്നത്. അവരുടെ സെനഗലീസ് കാറ്റിന് പോലും അവിടെ ഒഫീഷ്യൽ പേപ്പേഴ്സ് ഉണ്ട്, അതിനവിടെ സിറ്റിസൺഷിപ്പ് ഉണ്ട്. പക്ഷെ അവർക്ക് അവിടെ സിറ്റിസൺഷിപ്പ് ഇല്ല. അതിനുള്ള കാരണം ചിലപ്പോൾ പൂച്ചയുടെ ജിഞ്ചർ കളർ ആയിരിക്കാം, അതിന്റെ നിറം കൊണ്ടായിരിക്കാം അവർ അതിന് സിറ്റിസൺഷിപ്പും ഒഫീഷ്യൽ പേപ്പേഴ്സും കൊടുത്തത് എന്ന് റൈറ്റർ പറയുന്നുണ്ട്. അടുത്തതായിട്ട് അവർ ജനറലൈസ് ചെയ്ത് പറയുകയാണ്, ശരിക്കും ഒരു നിയമം, ദൈനംദിന നിയമം അല്ലെങ്കിൽ ഒരു റിയൽ ഫോഴ്സ് എന്ന് പറയുന്നത് അത് സാധാരണക്കാരായ ആൾക്കാർ അവരുടെ ജീവിതത്തിലേക്ക് അതിനെ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ ഒരു നിയമത്തിന് വിലയുള്ളൂ. സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു നിയമത്തിന് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല. കാരണം അവർക്ക് അവരുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയുമെങ്കിൽ മാത്രമേ അതിന് ശരിക്കും വിലയുണ്ടാകൂ. അതിന് ചെറിയ ചെറിയ കാര്യങ്ങളും അവരുടെ ചെറിയ ചെറിയ തീരുമാനങ്ങളും ഒക്കെ ആവശ്യമാണ്. അല്ലാതെ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു നിയമം കൊണ്ട് യാതൊരു പ്രയോജനവും ആർക്കും ഉണ്ടാകാൻ പോണില്ല. അതിന് എക്സാമ്പിൾ ആയിട്ട് പ്രകൃതിയിലുള്ള 1-2 കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ടെർമൈറ്റ്സ്, അതായത് ചിതലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വലിയ മഹാഗണി വൃക്ഷത്തെ കടിച്ച് വെട്ടി അത് മുറിച്ചിടാനുള്ള പ്രാപ്തി ചെറിയ ചിതലുകൾക്കുണ്ട്. അതുപോലെ ഉറുമ്പിന്റെ കൂട് നിർമ്മിച്ചിരിക്കുന്നത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകൾ ചേർന്നാണ്. ഇതുപോലെ സാധാരണക്കാർക്ക് ഉപകരിച്ചാൽ മാത്രമേ നിയമങ്ങൾക്ക് വിലയുള്ളൂ എന്നാണ് അവരടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ, ജോലി കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവർ വാദിക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ജോലിക്കാര് അവർ ഈ ഹയറിംഗ് ഡിസിഷൻസ്, ഒരാളെ ജോലിയിലേക്ക് എടുക്കുന്ന സമയത്ത് ലോക്കൽ ലെവലില് ഏറ്റവും ചെറിയ തലത്തിൽ എടുക്കുന്ന ആ തീരുമാനങ്ങൾ, നാഷണൽ പ്രിഫറൻസ് പോളിസിയുടെ ബലത്തിൽ എടുക്കുന്ന കാര്യങ്ങളിൽ സംഭവിക്കുന്നത് ഇവരുടെ മുൻധാരണകൾ കൊണ്ട് പലർക്കും ലോ പ്രോമിസ് ചെയ്യുന്ന, നിയമം അനുശാസിക്കുന്ന എല്ലാവിധ കാര്യങ്ങളും ലഭിക്കുന്നില്ല. അതായത് നാഷണൽ പ്രിഫറൻസിലൂടെ അവരുടെ നാഷണാലിറ്റിയിലുള്ളവർക്ക് മാത്രമേ ഒരു ജോലി കൊടുക്കുകയുള്ളൂ, അല്ലാതെ മറ്റൊരു സ്ഥലത്തു നിന്ന് വന്നവർക്കോ അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്കോ ഒന്നും ജോലി കൊടുക്കാൻ തയ്യാറാവുകയില്ല. അപ്പൊ നിയമം അനുശാസിക്കുന്ന ഇത്തരം കാര്യങ്ങളൊന്നും ബാക്കിയുള്ളവർക്കെല്ലാം ലഭിക്കുകയില്ല. ഇത് എഫക്റ്റീവ് ആകുന്നില്ല എന്നാണ് അവർ പറയുന്നത്.
ഈ ചെറിയ ചെറിയ ഇൻഡിവിജ്വൽ എംപ്ലോയേഴ്സ് മുൻവിധിയോടെ പെരുമാറുന്ന ഒരു നിറത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റൊരു നാട്ടിൽ നിന്ന് വന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ പെരുമാറുമ്പോൾ അവിടെ അവർക്ക് ജോലി ലഭിക്കാതെ പോവുകയാണ്. സ്വന്തം നാട്ടിലുള്ളവർക്ക് മാത്രമേ ജോലി എടുക്കൂ, അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് മാത്രമേ ജോലി എടുക്കൂ എന്നുള്ള തീരുമാനത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് പേർക്ക് ജോലി അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പൊ ഈ കാര്യം വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ലൈഫിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ്, ഒരു ജോലി പരസ്യത്തെക്കുറിച്ച് അവർ പറയുകയാണ്. വിദേശീയരായ ആൾക്കാർക്ക് ജോലി നിഷേധിക്കുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഈ ആഡ്, ഈ പരസ്യത്തെക്കുറിച്ച് അവർ പറയുന്നത്. ഒരു സെയിൽസ് ഗേൾ പൊസിഷനിലേക്ക് ഒരു ജോലി വേണം, ഒരു വലിയ ഒരു സിറ്റി സെന്ററിലെ ഒരു ബേക്കറിയിലേക്ക് ഒരു സെയിൽസ് ഗേളിനെ അന്വേഷിക്കുകയാണ്. അപ്പൊ അതിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ഡയലക്ട് ഡിസൈറബിൾ ആണ്. ഡയലക്ട് ഡിസൈറബിൾ എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തുള്ള ഒരാൾ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ ഇംഗ്ലണ്ടുകാരുടെ ഇംഗ്ലീഷ്, നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ആയിരിക്കണം, ഇംഗ്ലണ്ടുകാരുടെ ഇംഗ്ലീഷ് ആയിരിക്കണം. അപ്പൊ മറ്റ് രാജ്യത്തുള്ള ആൾക്കാർ എത്ര ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചാലും ഇവർ ഇംഗ്ലണ്ടുകാരെ മാത്രമേ പ്രിഫർ ചെയ്യുന്നുള്ളൂ. അതിനർത്ഥം ഇങ്ങനെയുള്ള ആൾക്കാരെ എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റ് രാജ്യത്തുള്ള ആൾക്കാരെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഡയലക്ട് ഡിസൈറബിൾ എന്ന് പറഞ്ഞ് ആക്സെന്റും ലാംഗ്വേജും ഒക്കെ വെച്ചിട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് കൊടുക്കുന്നുണ്ട്, ബാക്കിയുള്ളവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, വിദേശീയരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് റൈറ്റർ പറയുന്നത്. ആ ബേക്കറിയുടെ അഡ്രസ് ഒക്കെ എഴുതി വെച്ചിട്ട് അവരുടെ ഒരു ഫ്രഞ്ച് ഫ്രണ്ടിനെ ആ വൈകുന്നേരം വിളിക്കുന്നുണ്ട്. അപ്പൊ ഫ്രഞ്ച് ഫ്രണ്ട് പറയുന്നത് വളരെ ഷോക്കിംഗ് ആയിട്ട്, വളരെ ഞെട്ടലോടെ അത് കേട്ടിട്ട് പറഞ്ഞു, ഒരു ബേക്കറിയിൽ ചെയ്യുന്ന ബോറിംഗ് ജോലിയേക്കാൾ നിനക്ക് നല്ലത് മറ്റൊരു ജോലിയാണ്. കാരണം എന്നോടൊപ്പം നീ ടീച്ചർ ട്രെയിനിങ് പൂർത്തിയാക്കിയതാണ്, അപ്പൊ കുറച്ചുകൂടെ നല്ലൊരു ജോലി നിനക്ക് എന്തായാലും കിട്ടും. നീ എന്തിനാണ് ചുമ്മാ ബോറടിക്കുന്ന ഈ ബേക്കറി ജോലി അന്വേഷിക്കുന്നതെന്ന് ഫ്രണ്ട് പറയുന്നു. അതിന് മറുപടിയായിട്ട് നരേറ്റർ പറയുന്നത് അവർക്കുള്ള ഫ്രഞ്ച് ക്വാളിഫിക്കേഷൻസ് ഒക്കെ വെറും പേപ്പറിൽ മാത്രമാണ്, സർട്ടിഫിക്കറ്റിൽ മാത്രമാണ്, പക്ഷെ അതൊരു സ്കില്ലായിട്ട് അംഗീകരിക്കപ്പെടുന്നില്ല, അത് അവർക്ക് പ്രയോഗിക്കാൻ കഴിയുന്നില്ല. പിന്നെ അവരുടെ സ്കിൽസ് ഒന്നും തന്നെ ഉപയോഗിക്കാൻ ആരും സഹായിക്കുന്നില്ല. അവൾക്ക് എന്ത് വേണം, അവൾക്കൊരു ഏണിങ്, ഒരു ലിവിങ്ങിന് വേണ്ടിയിട്ട് ഉപജീവന മാർഗം കണ്ടെത്തേണ്ടതുണ്ട്. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തണം. ബ്രെഡ് വിറ്റിട്ടെങ്കിലും ഒരു പട്ടിണിയുടെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കണം എന്നാണ് അവളുടെ ആഗ്രഹം. ഡയലക്ട് ഡിസൈറബിൾ എന്ന് പറഞ്ഞ് ആഡ് കൊടുത്ത ആ ഷോപ്പ് ഓണർ ആഗ്രഹിക്കുന്നത് അയാളുടെ സെയിം ഐഡന്റിറ്റി ഉള്ള, അല്ലെങ്കിൽ അയാളുടെ സെയിം ലൊക്കാലിറ്റിയിൽ വരുന്ന ഒരാളെയാണ്. അപ്പൊ അവർക്ക് അതേ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരുമായിട്ട്, കസ്റ്റമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഡയലക്ട് ഡിസൈറബിൾ എന്ന് പറഞ്ഞതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഫ്രണ്ട് സമ്മതിക്കുന്നില്ല, അത് വെറുതെ നിങ്ങൾക്ക് തോന്നുന്നതാണ്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, വേറെ ഒരുപാട് ബെറ്റർ ഓപ്ഷൻസ് നിലവിലുണ്ട്, അതിലേതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് അതിന് പോകണം എന്ന് ഫ്രണ്ട് പറയുന്നു. അപ്പൊ ഇതുപോലെ അവളുടെ മറ്റു ഫ്രണ്ട്സുകളും അവളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നരേറ്ററോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവള് ലൈഫിൽ നേരിടുന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥയൊന്നും അവളുടെ ഈ സുഹൃത്തുക്കൾക്കാർക്കും അറിയുകയില്ല. പിറ്റേന്ന് രാവിലെ അവര് ആ ആഡ് കണ്ട ബേക്കറിയിലേക്ക് പോകുന്നു. അകത്ത് ചോക്ലേറ്റ് കേക്കുകൾ ഒഴികെ എല്ലാം വളരെ വെളുത്തതായി കാണപ്പെടുന്നു. അതായത് അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളിൽ ചോക്ലേറ്റ് കേക്ക് മാത്രമേ കുറച്ച് ഇരുണ്ട നിറത്തിലുള്ളൂ, ബാക്കി എല്ലാ സാധനങ്ങളും വെളുത്ത നിറത്തിലാണ്. അവിടെ ആ നിറത്തിന്റെ വൈരുദ്ധ്യമാണ് അവിടെ പറയുന്നത്. അവിടുത്തെ ഓണർ അവളെ വെൽക്കം ചെയ്യുന്നുണ്ട്. ആൾക്ക് ഒരു ജർമ്മൻ ശൈലിയിലുള്ള മീശയൊക്കെ ഉണ്ട്. അൽസീസ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആള് സംസാരിക്കുന്നുണ്ട്. ഫ്രഞ്ച് പതാകയിലെ കളറുള്ള, ഫ്രഞ്ച് ഫ്ലാഗിന്റെ കളറുള്ള ഒരു തൊപ്പിയൊക്കെ ധരിച്ചിട്ടുണ്ട്. അപ്പൊ അയാളുടെ നോട്ടം കണ്ടപ്പോഴേ അവർക്ക് ഉറപ്പായി അയാളുടെ ആദ്യത്തെ ടെസ്റ്റിൽ അവള് പാസ്സായിട്ടില്ല. ഇൻഫോർമൽ ആയിട്ടുള്ള, അതായത് ഇന്റർവ്യൂ ഒന്നും നടത്താതെ ആദ്യമേ ജസ്റ്റ് കാഴ്ചയിൽ തന്നെ ഇവളെ തനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു വൈബാണ് ആളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അവളുടെ പ്രസൻസ്, അവളുടെ സാന്നിധ്യം അയാൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അവളുടെ ആ ഉടമസ്ഥന്റെ നോട്ടത്തിൽ നിന്ന് തന്നെ അവൾക്ക് ആദ്യം തന്നെ കാര്യം മനസ്സിലാവുന്നു. അയാളുടെ മുഖഭാഗം കണ്ടപ്പോൾ വളരെ കഷ്ടപ്പെട്ടെങ്കിൽ അവര് ചിരിച്ചു. എന്നിട്ട് പരസ്യപ്പെടുത്തിയ ജോലിക്ക് വേണ്ടിയിട്ടാണ് അവൾ വന്നതെന്ന് പറയുന്നു. അപ്പൊ അത് കേട്ടപ്പോഴേ അയാൾ ചോദിക്കുന്നു, അൽസേഷ്യൻ ലാംഗ്വേജ് സംസാരിക്കാനായിട്ട് കഴിയുമോ? അതാണ് അവരുടെ ഡയലക്ട് ഡിസൈറബിൾ എന്ന ആ പോയിന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. അയാളുടെ ആപ്ലിക്കന്റ്, അവിടെ ജോലി അന്വേഷിച്ച് വരുന്ന ആള് അയാളുടെ അതേ ലോക്കൽ ഐഡന്റിറ്റിയിലുള്ള ആളായിരിക്കണം, എങ്കിൽ മാത്രമേ കസ്റ്റമേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ലാംഗ്വേജ് തന്നെ സംസാരിക്കണം, ഈ ഡയലക്ട് തന്നെ സംസാരിക്കുന്ന ആളായിരിക്കണം എന്ന് പറയുന്നു. പക്ഷെ അവൾക്ക് ആ ഡയലക്ട് അറിയില്ല. അപ്പൊ അവള് പറഞ്ഞു, നോ സാർ, ഞാനത് സംസാരിക്കുന്നില്ല. അപ്പോഴ് തന്നെ ആദ്യം കണ്ടപ്പോഴേ അവളെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പൊ
ആ ഡയലക്റ്റ് കൂടി അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവളുടെ ജോലിയുടെ അന്വേഷണം അവിടെ പൂർത്തിയായി. കാരണം അവൾക്ക് ഇനി എന്തായാലും ആ ജോലി ആള് കൊടുക്കില്ല. ബോസിന്റെ കണ്ണിൽ നിന്ന് തന്നെ ആ ജോലി കിട്ടില്ല, ഫുൾ ആയിട്ട് അവളെ തിരസ്കരിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. അതിനുശേഷം അയാൾ ഒരു ഇൻസൾട്ടിങ് ആയിട്ടുള്ള ഒരു റിമാർക്ക് കൂടി ആഡ് ചെയ്തു. വൈ ഡോണ്ട് യു ഗോ ആൻഡ് വർക്ക് ഇൻ യുവർ ഓൺ കൺട്രി? എന്തുകൊണ്ട് നിനക്ക് നിന്റെ സ്വന്തം രാജ്യത്ത് പോയി ജോലി ചെയ്തുകൂടാ? അത് ആ ഒരു അപമാനത്തെയും അതുപോലെ തന്നെ ആ തിരസ്കരണത്തെയും ന്യായീകരിക്കുന്നതാണ്. അപ്പൊ അവളുടെ ഉള്ളില് അവൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നു. പുറത്തേക്ക് സംസാരിക്കുന്നില്ല, മനസ്സിലാണ് പറയുന്നത്. എന്തുകൊണ്ട് അവൾക്ക് അയാളുടെ ജോലി വേണ്ട എന്ന് അവൾ പറയുന്നതായിട്ട് അവൾ സങ്കല്പിക്കുന്നു. എനിക്ക് നിങ്ങളുടെ ജോലി വേണ്ട, അതിനുള്ള റീസൺസ് ഇതൊക്കെയാണെന്ന് അവൾ അവളുടെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. കൊളോണിയൽ ചൂഷണത്തിനെതിരെ ഒരു ശക്തമായ ചിന്തയാണ് അവളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അവളുടെ രാജ്യത്തെ, അവളുടെ രാജ്യമായ ആഫ്രിക്കൻ രാജ്യത്തെ ദരിദ്രമാക്കിയതും അവിടുത്തെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയതും വിദേശ നേട്ടങ്ങൾക്കായിട്ട് അവിടെ കൃഷി ചെയ്തതും അവളുടെ നാട്ടിൽ നിഷേധിക്കപ്പെട്ട സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാനും മരിക്കാനും ഒക്കെ ആഫ്രിക്കക്കാരെ അയച്ചതും ഇതൊക്കെ അവളുടെ മനസ്സിലൂടെ അന്നേരം കടന്നുപോയി. അങ്ങനെ ആ ജോലി ഏതായാലും കിട്ടിയില്ല. വീണ്ടും 3 ദിവസത്തിന് ശേഷം വീണ്ടും ആ ഫ്രീ പേപ്പർ അവൾ വീണ്ടും സ്കാൻ ചെയ്തു. ഇനി ഏതെങ്കിലും പരസ്യമുണ്ടോ ജോലി കിട്ടാനായിട്ട്. അപ്പോഴാണ് ഫ്രഞ്ച് പാഠം പഠിപ്പിക്കുന്ന ഒരു ട്യൂട്ടറിനെ വേണം, ഡിഗ്രി അത്യാവശ്യമാണ്, ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്, 7 മണിക്ക് ശേഷം കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് അവൾ കണ്ടു. അപ്പൊ ആ നമ്പർ അവൾ എഴുതിയെടുത്തു. ഈ സമയത്ത് അവളുടെ ഫ്രണ്ടിനോട് പറയണ്ട എന്ന് അവൾ തീരുമാനിച്ചു. അപ്പൊ പറയുകയാണെങ്കിൽ ഫ്രഞ്ച് ഫ്രണ്ട് ബേക്കറിയിൽ പോയ കാര്യം എന്തായി എന്നൊക്കെ ചോദിക്കും. അവിടെ നടന്ന അപമാനത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവളുടെ ഫ്രഞ്ച് ഫ്രണ്ട് എന്തായാലും വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് എന്തായാലും അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല എന്ന് അവൾ തീരുമാനിച്ചു. 7:10 ഒക്കെ ആയപ്പോൾ കണ്ട ആ നമ്പറിലേക്ക് വിളിച്ചു. അപ്പൊ ഒരു സ്ത്രീയാണ് ഫോൺ എടുത്തത്. ഒരു സ്റ്റാർബർഗ് സൂപ്പർ മാർക്കറ്റിലെ, ഒരു വലിയ സൂപ്പർ മാർക്കറ്റിലെ ക്യാഷ്യർ ആണ്, അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണെന്ന് അവർ പരിചയപ്പെടുത്തി. അവരുടെ 11 വയസ്സുള്ള മകൾക്ക് വേണ്ടിയിട്ടാണ് ട്യൂഷൻ. അപ്പൊ നെക്സ്റ്റ് ആഫ്റ്റർനൂണില് സിറ്റി സെന്റർ കഫേയിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാം എന്നവർ പറഞ്ഞു. അപ്പൊ അവര് ധരിക്കുന്നത് ഒരു വൈറ്റ് ജേഴ്സിയും ഒരു ബ്ലൂ സ്ട്രൈപ്സ് ഉള്ള വരകളുള്ള ഒരു വൈറ്റ് ജേഴ്സി ആയിരിക്കും ധരിക്കുന്നത്. അപ്പൊ ഐഡന്റിഫൈ എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് കഫേയിൽ എത്തിയപ്പോൾ നരേറ്റർ പെട്ടെന്ന് തന്നെ ഇവർ പറഞ്ഞ അതേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിഞ്ഞു. അവിടെ പോയി അവരെ പരിചയപ്പെടുത്തി, അവളുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കാണിച്ചു. അത് ഇത്രയും നാളായിട്ട് ഒരു ഫോൾഡറിൽ ഉപയോഗശൂന്യമായിട്ട് കിടക്കുമായിരുന്നു. കാരണം അവർക്ക് ജോലിയൊന്നും അതിൽ അന്വേഷിച്ചിട്ടും എങ്ങൊന്നും കിട്ടിയില്ല. അങ്ങനെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അവൾ അപ്പോൾ കാണിച്ചു കൊടുത്തു. കഫേയിൽ എത്തിയ സമയത്ത് അവിടെ നല്ല തിരക്കായിരുന്നു. തുടർന്ന് വെയിറ്റർ സൗഹൃദപരമായിട്ട് സമീപിച്ചത് ഒരു കുറിപ്പോടെയാണ്. വെയിറ്റർ വന്നിട്ട് ഓർഡർ എടുത്തു. മോക്ടെയിലാണ് ഓർഡർ ചെയ്തത്. ആ സമയത്ത് നാഷണൽ പ്രിഫറൻസ് ഒന്നുമില്ല അയാൾക്ക് ഓർഡർ കൊടുക്കാനായിട്ട്. അതായത് എപ്പോഴെങ്കിലും ആരെങ്കിലും ഒഴിവാക്കുന്ന സമയത്ത് മാത്രമേ ഈ നാഷണൽ പ്രിഫറൻസ് എന്നുള്ള കാര്യം അവിടേക്ക് ഇവർ കൊണ്ടുവരികയുള്ളൂ എന്ന് അവൾക്ക് മനസ്സിലായി. അതിനുശേഷം വെയിറ്റർ അവളുടെ ഡ്രിങ്ക് കൊണ്ടുവന്നു. അപ്പൊ ട്യൂട്ടർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീ അവളുടെ പേപ്പേഴ്സ് ഒക്കെ, സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പരിശോധിച്ചു. എന്നിട്ട് അത് തിരികെ നൽകി. എന്നിട്ട് അവര് പറഞ്ഞത്, ഐ വോണ്ട് എ യൂറോപ്യൻ ടൈപ്പ് പേഴ്സൺ. എനിക്കൊരു യൂറോപ്യൻ ടൈപ്പ് പേഴ്സണെയാണ്, അതായത് ഒരു ആഫ്രിക്കൻ ടൈപ്പ് പേഴ്സണെ അല്ല എനിക്ക് വേണ്ടത്. എന്റെ കുട്ടിയുടെ വിദ്യാഭ്യാസം മെസ്സപ്പ് ചെയ്യുന്ന, കുഴപ്പത്തിലാക്കുന്ന ആരെയും എനിക്ക് വേണ്ട. ഇവിടെ അവർ ഇൻഡയറക്റ്റ് ആയിട്ട് അവളുടെ നിറത്തെയും അവളുടെ രാജ്യത്തെയും ഒക്കെ അപമാനിക്കുകയാണ് ചെയ്തത്. ഈ സമയം കൊണ്ട് നരേറ്റർ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. മുന്നിലിരിക്കുന്ന ആ സ്ത്രീക്ക് ഫ്രഞ്ച് ഡിഗ്രി ഒന്നുമില്ല. അവരൊരു ഫ്രഞ്ചുകാരിയാണ്, പക്ഷെ ഫ്രഞ്ചിൽ അവർ പാസ്സായിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടും അവരുടെ ഫ്രഞ്ചിനേക്കാൾ, അവരുടെ ആ ലാംഗ്വേജിനേക്കാൾ നന്നായിട്ട് ഫ്രഞ്ച് ഗ്രാമർ ഈ കറുത്ത ലിപ്സ് ഉള്ള, ബ്ലാക്ക് ലിപ്സ് ഉള്ള നരേറ്റർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയുമെന്ന് നരേറ്റർ ചിന്തിക്കുന്നു. അവിടെ മോക്ടെയിൽ കൊണ്ടുവച്ചപ്പോൾ അതിലെ പത ഉയർന്നു പൊങ്ങുന്നത് പോലെ നരേറ്റർക്ക് ദേഷ്യം വന്നു. അപ്പൊ നരേറ്റർ അത് വെർബലി പറയുകയും ചെയ്തു. നിങ്ങൾക്ക് അത്രയധികം ബുദ്ധിശക്തി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു സൂപ്പർ മാർക്കറ്റിൽ ക്യാഷ്യർ ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നില്ല. അപ്പൊ കുടിക്കുന്ന മോക്ടെയിലിന് നരേറ്റർ പൈസ കൊടുത്തില്ല എന്ന് ആ സ്ത്രീ പറയുന്നു. അപ്പൊ ഈ പണം നൽകാത്ത ഈ മോക്ടെയില് അവരുടെ ട്രാവൽ എക്സ്പെൻസ് ആയിട്ട്, അവരവിടുന്ന് ഇവിടെ വരെ ജോലി അന്വേഷിച്ചു വന്ന ആ ട്രാവൽ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കണം എന്നുള്ള കാര്യം നരേറ്ററും പറയുന്നു. അതുപോലെ അവരുടെ എല്ലാ സേവനങ്ങൾക്കും അവർ നിറം
പീപ്പിൾ ഓഫ് കളർ എന്ന് പറഞ്ഞാൽ ഇരുണ്ട നിറമുള്ള ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് വീട്ടിൽ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ. അങ്ങനെയുള്ള ജോലികൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ പ്രിഫർ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ ഏത് ജോലി ചെയ്താലും അതിന് പണം കൊടുക്കണം എന്നുള്ള കാര്യം നരേറ്റർ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ കാഷ്യറായ ആ സ്ത്രീ അവര് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഗോ ബാക്ക് ടു യുവർ ജംഗിൾ, നീ നിന്റെ കാട്ടിലേക്ക് മടങ്ങുക. അപ്പൊ ആ വരി കേട്ടപ്പോ പണ്ട് കേട്ട ഒരു കാര്യമാണ് നരേറ്റർക്ക് ഓർമ്മ വന്നത്. നരേറ്ററിന്റെ ഫ്രഞ്ച് ഹസ്ബൻഡിന്റെ മാതാവ്, അതായത് മദർ ഇൻ ലോ, പണ്ടൊരിക്കൽ അവരോട് ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഓർമ്മയിലേക്കാണ് അവർ പോയത്. കാടെന്ന് പറഞ്ഞാല് റീവൈറ്റലൈസിങ് ആണ്, അതായത് എന്തിനേയും പുനരുജ്ജീവിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നരേറ്റർ അവർക്ക് മറുപടി നൽകുന്നു. അപ്പൊ അത് കേട്ടപ്പോ ആ സ്ത്രീക്ക് വല്ലാതെ നാണക്കേട് തോന്നി. അവര് നിശബ്ദയായി. അവരുടെ മുഖമൊക്കെ ദേഷ്യവും നാണക്കേടും ഒക്കെ കൊണ്ട് കുനിഞ്ഞു പോയി. അപ്പൊ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ നരേറ്റർ അവിടെ നിൽക്കുകയാണ്. കാഷ്യർ ആയിട്ടുള്ള ആ ലേഡി അവിടെ ദേഷ്യപ്പെട്ട് പിറുപിറുത്തോണ്ട് അവിടെ ഇരിക്കുന്നു. ആ സമയത്ത് തന്റെ ഇരുണ്ട ചർമ്മം അതിന്റെ അന്തസ്സ് നിലനിർത്തുന്നുണ്ട് എന്ന് നമ്മുടെ നരേറ്റർക്ക് തോന്നുന്നു. കാരണം ഡാർക്ക് സ്കിൻ ആയതുകൊണ്ട് തന്നെ അവർക്കുള്ള വന്ന ദേഷ്യമോ അല്ലെങ്കിൽ അവർക്ക് അനുഭവപ്പെട്ട നാണക്കേടോ ഒന്നും തന്നെ അവരുടെ ഫേസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് വളരെ നന്ദിയോടെ നരേറ്റർ ഓർക്കുന്നു. അത് കഴിഞ്ഞിട്ട് നരേറ്റർ ഞാൻ പോവുകയാണ്, ഗുഡ് റിഡൻസ് എന്നുള്ള രീതിയിൽ, നല്ല വിമോചനം, അതായത് ബൈ, ഗുഡ് ബൈ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ട് അവര് കൊടുത്ത ആ ഒരു എൻകൗണ്ടറിന്, അവര് തമ്മിലുള്ള ആ സംഭാഷണത്തിനും അവര് റിജക്ട് ചെയ്ത് ആ തിരസ്കരിച്ചതിനൊക്കെ ഒരു എൻഡ് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നു. അന്ന് വൈകുന്നേരം നരേറ്റർ അവരുടെ ഒരു വൈറ്റ് കോളേജ് ഫ്രണ്ടിനെ വിളിക്കുന്നു. ഒരു പാർട്ട് ടൈം ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാർട്ട് ടൈം ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ടിനെ വിളിക്കുന്നു. എന്നിട്ട് ഈ കാഷ്യർ ആയിട്ടുള്ള ലേഡിയുടെ നമ്പർ ഷെയർ ചെയ്യുന്നുണ്ട്. പിറ്റേന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നരേറ്ററുടെ ആൻസറിങ് മെഷീനിൽ ഒരു റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് വരുന്നുണ്ട്. അപ്പൊ ആ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ വൈറ്റ് ഫ്രണ്ടിൻ്റെതാണ്. വൈറ്റ് ഫ്രണ്ട് പറയുന്നുണ്ട് ആ ലേഡിക്ക് വേണ്ടിയിട്ട് അവര് ജോലി ചെയ്യാനായിട്ട് ആരംഭിച്ചു, അതായത് അവര് സെലക്ട് ചെയ്തു. ആ ജോലി പറഞ്ഞു കൊടുത്തതിന് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് പറയുന്നുണ്ട് അവരുടെ ഈ കാഷ്യറായ ലേഡിയുടെ അയൽവാസി ഒരു ക്ലീനറെ നോക്കുന്നുണ്ട്, പുതിയ ആൾക്കാരെയാണ് അന്വേഷിക്കുന്നത്. അപ്പൊ നരേറ്റർക്ക് അതൊരു നല്ല ജോലി ഓപ്പർച്യൂണിറ്റി ആണ്, അത് അന്വേഷിക്കാനായിട്ട് അവർ പറഞ്ഞു നിർത്തുന്നിടത്ത് ഈ ചാപ്റ്റർ അവസാനിക്കുന്നു.